ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം എടുത്തേക്കുന്നത് 2019 നടന്ന പിയൂൺ അറ്റൻഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ആദ്യത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം ഈ താഴെ പറയുന്നവയിൽ ഏതാണ്? ഗോര, നിബന്ധമാല, രംഗഭൂമി, ഗോദാൻ. ഏതാണ് ഉത്തരം? ഉത്തരം ഗോരയാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചത്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ്. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത്. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1988. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം? 1969 ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 1969. സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏതാണ്? അംഗൻവാടിയാണ് ICDS, സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ചത് എന്നാണ്? 1991. 1991. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി സി ശങ്കരൻ നായർ. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന ഏതാണ്? ഉത്തരം ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. 2015 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏതാണ്? 2015 അല്ല, 2005 തിരുത്തി വായിക്കുക. ഉത്തരം കിസാൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. അടുത്ത ചോദ്യം, ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമമാണ് ഇബ്രാഹിംപൂർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത്? കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ബിയാസ്. ഒരു പ്രധാന ഖാരിഫ് വിള, താഴെ പറയുന്നതിൽ പ്രധാന ഖാരിഫ് വിള ഗോതമ്പ്, പുകയില, നെല്ല്, പച്ചക്കറി. ഏതാണ് ഉത്തരം? ഉത്തരം നെല്ലാണ് പ്രധാന ഖാരിഫ് വിള. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ആരാണ്? രേഖാ ശർമ്മയാണ്. ഈ എക്സാം നടക്കുമ്പോഴും രേഖാ ശർമ്മയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ ഏതിന്റെ ഉപാധ്യക്ഷനാണ്? അരവിന്ദ് പനഗരിയ നീതി ആയോഗ്. പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? പരിസ്ഥിതി ദിനം ജൂൺ 5. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖം ഏതാണ്? കാണ്ഡല തുറമുഖമാണ്.
സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് ഗമാൽ അബ്ദുൾ നാസർ. ഗമാൽ അബ്ദുൾ നാസർ ആണ് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നത് മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവ് ആണ്. ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ്. മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണ്? ബാബർ. ബാബർ ആണ് മുഗൾ രാജവംശ സ്ഥാപകൻ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE. KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ. തൃശൂരിലാണ് KSFEയുടെ ആസ്ഥാനം. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ്. 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചിട്ടാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. സ്വാമിത്തോപ്പ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനപങ്കാളിത്തം, സ്വകാര്യ പങ്കാളിത്തം എന്നൊക്കെ ചോദിച്ചാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അടുത്ത ചോദ്യം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണം. ഇന്ത്യൻ റെയിൽവേ ആണ് ഒരു പൊതുമേഖലാ സ്ഥാപനം. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? നെൽകൃഷിക്ക് വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? ഉത്തരം 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ്. 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. ഗവർണറാണ് സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്. തിരുക്കുറൽ രചിച്ചത് ആരാണ്? തിരുവള്ളുവർ ആണ് തിരുക്കുറൽ രചിച്ചത്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ടെലിവിഷൻ കണ്ടുപിടിച്ചത് JL ബേർഡ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ഉള്ളത് ആർക്കാണ്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മഗധയുടെ തലസ്ഥാനമായിരുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? പാടലീപുത്രം. പാടലീപുത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റന് അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമൃത്സർ. അമൃത്സറിലാണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വികസന വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വികസന വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ആണ്. AC മൊയ്തീൻ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് ഏത് വകുപ്പിനാണ്? ഏത് വകുപ്പിനാണ് ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചുമതലയുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ്. 2014 ജൂൺ 2. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്? മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് വാർധാ പദ്ധതി. വാർധാ പദ്ധതി. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം എന്നാണ്? 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏതാണ്? ഉത്തരം UNO ആണ്.
സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏത്? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാനാണ് ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടത്താണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. ആദികാവ്യം എന്ന് അറിയപ്പെടുന്നത് രാമായണമാണ്. രാമായണം. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? പുലിമുരുകനാണ് 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? അമിതാഭ് ബച്ചൻ ആണ്. അമിതാഭ് ബച്ചൻ. അടുത്ത ചോദ്യം, ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ. ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ഉത്തരം മീരാ കുമാർ ആണ്. മീരാ കുമാർ. കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം ഏതാണ്? ഉത്തരം കൂടിയാട്ടമാണ്. കൂടിയാട്ടം. ആദ്യമായിട്ട് പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളീയ കലാരൂപവും കൂടിയാട്ടമാണ്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥാനം മൂലം സ്ഥിതികോർജം. സ്ഥാനം മൂലം ഉണ്ടാകുന്നത് ഏതാണ്? സ്ഥിതികോർജമാണ്. താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏതാണ്? താപനില നിർണയവുമായി ബന്ധമില്ലാത്ത റിക്ടർ സ്കെയിൽ. അത് ഭൂകമ്പം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സിങ്കിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരം കലാമിൻ. കലാമിനാണ് സിങ്കിന്റെ അയിര്. CNG LNG എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? CNG LNG. മീഥെയ്ൻ ആണ്. മീഥെയ്ൻ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? ഉത്തരം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാൻ കാരണം. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം എ ആണ്. ജൂൾ പെർ കിലോഗ്രാം. ജൂൾ പെർ സെക്കൻഡ് HP ഹോഴ്സ് പവർ, വാട്ട്. ഇത് മൂന്നും പവറിന്റെ യൂണിറ്റ് ആണ്. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. വ്യാഴത്തിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എസ്കേപ്പ് വെലോസിറ്റിയും കൂടുതൽ എവിടെയാണ്? വ്യാഴത്തിൽ തന്നെയാണ്. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. ഡിസ്പേർഷൻ. പ്രകീർണനമാണ്. അടുത്ത ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏത്? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ആംബെയർ ആണ്. ആംബെയർ. സിമ്പിൾ മൈക്രോസ്കോപ്പായി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിന്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? എന്താണ് കണ്ടീഷൻ? വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിന്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? ഉത്തരം ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ. Fനും Cക്കും ഇടയിലായിരിക്കണം. ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ ആയിരിക്കണം. അടുത്ത ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ ആണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? വരയാടിനെയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ല. അടുത്ത ചോദ്യം, മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? മനുഷ്യഹൃദയത്തിന് 4 അറകളാണ്. 2 ഏട്രിയം, 2 വെൻട്രിക്കിൾ, അങ്ങനെ 4 അറകളാണ് ഉള്ളത്. TXD, DXT എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം തെങ്ങിന്റെ സങ്കര ഇനമാണ് TXD, DXT. ടോളും ഡാർഫും ആണ്. അടുത്ത ചോദ്യം, ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. ഫീമർ ആണ്.
എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഉത്തരം വൈറസ് ആണ്, HIV വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റാമിൻ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? വൈറ്റമിൻ K ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പിയൂൺ ബാർ അറ്റൻഡർ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സാമിലെ 80 GK ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചു പോകുക. തുടർന്നുള്ള ഒരു ചോദ്യപേപ്പറായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഡെയിലി നമ്മൾ ഒരു ചോദ്യപേപ്പർ വീതം ഇന്നു മുതൽ ഡിസ്കസ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക്